ഹലോ, എല്ലാവർക്കും കുക്ക് ടേൽസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ? അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പിന്നീട് വരുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 2 കപ്പോളം ചിക്കൻ ഉണ്ടാവും. ബോൺലെസ് അല്ല, ബോൺലെസ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടത് ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, മൈദ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു മുട്ടയുടെ വെള്ള, പിന്നെ വേണ്ടത് കോൺഫ്ലോർ. ഇതെല്ലാം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ട ചേർത്ത് കൊടുക്കാം. അതായത് ഒരു മുട്ടയുടെ വെള്ള നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ അളന്ന് എടുത്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് കുറച്ച് ചിക്കനേ ഉള്ളൂ. നിങ്ങളുടെ ചിക്കൻ്റെ അളവ് നോക്കിയിട്ട് വേണം സോസൊക്കെ ചേർക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൽ ഉപ്പ് ഇപ്പം ചേർക്കണ്ട, കാരണം സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കിയിട്ട് ചേർക്കുകയായിരിക്കും നല്ലത്. ഇതിപ്പോൾ ബോൺലെസ് ചിക്കൻ അല്ല, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ബോൺലെസ് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം മേടിക്കുമ്പോൾ ബോണില്ലാത്ത പീസുകൾ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക. ഇത് കൈകൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ ആ എല്ലാ സോസും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുകയുള്ളൂ. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഏകദേശം 1 ടീസ്പൂണോളം നാരങ്ങാ നീര്. ചില്ലി ചിക്കനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഗ്രീൻ ചില്ലി സോസിന് പകരം റെഡ് ചില്ലി സോസ് യൂസ് ചെയ്യും. ഈ ചൈനീസ് ഡിഷസിലൊന്നും തന്നെ മുളക് പൊടി അവർ ചേർക്കില്ല. അവർ ചേർക്കുന്നത് മുഴുവൻ സോസാണ്. പിന്നെ ചേർക്കുക കുരുമുളക് പൊടിയാണ്. പച്ചമുളകും ചിലപ്പോൾ ചേർത്ത് കണ്ടിട്ടുണ്ട്. ചിലർ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അതൊന്നും ഉപയോഗിക്കില്ല. കളറിന് വേണ്ടി നമുക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. പക്ഷേ ചൈനീസ് ഡിഷിൽ അവർ കളറിന് വേണ്ടി കളർ തന്നെയാണ് ചേർക്കുക. ഇത് മഞ്ചൂരിയൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ ചില്ലി സോസാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം. ഇനി നമുക്ക് മഞ്ചൂരിയൻ ഗ്രേവി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സവാള വേണം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ ക്യാപ്സിക്കമാണ്. അത് ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത് വേണം. ഇതൊരു 7-8 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ. ഗ്രേവി ഉണ്ടാക്കുന്നതിന് മുൻപ് നമുക്ക് 2 സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. ഒന്നാമത്തേത് കോൺഫ്ലോർ സ്ലറി, അതായത് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി കട്ടയില്ലാതെ ഒരു സ്ലറി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളം ഇത്തിരി കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് വറ്റിച്ചെടുക്കാം. ഒരുപാട് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്ലറി ഉണ്ടാക്കാം. ഞാനിവിടെ നമുക്ക് ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ കൺസിസ്റ്റൻസിയിലുള്ള മഞ്ചൂരിയനാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ സ്ലറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊരു മിക്സ്ചർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ സോയാ സോസിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി പൊട്ടിയിട്ട് അരിഞ്ഞിട്ട് ചേർത്താലും മതി. ഈ സോസ് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ഗ്രേവിക്ക് നന്നായിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സിമ്മിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. മാത്രമല്ല ഒരുപാടിട്ട് മൊരിയിക്കരുത്. ആവശ്യത്തിന് വേവും വേണം, എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കണം ചിക്കൻ. ഏകദേശം ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്താൽ പെട്ടെന്നാവട്ടോ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഒരുപാട് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഇത് റീയൂസ് ചെയ്യാറില്ല ഇങ്ങനെ ഉപയോഗിച്ച എണ്ണ. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എണ്ണ വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കൂടി ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. സാധാരണ ചൈനീസ് ഡിഷൊക്കെ ഇരുമ്പിൻ്റെ വോക്കിലാണ് കുക്ക് ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതായാലും മതി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ സോട്ട് ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. മാത്രമല്ല ഒരുപാട് അങ്ങോട്ട് മുരിയിക്കാൻ പാടില്ല. അതിൻ്റെ പച്ചമണം മുഴുവനായിട്ട് മാറാനും പാടില്ല. അതായിരിക്കണം അതിൻ്റെ ഒരു പാകം. ഇതിട്ട് 1 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് സവോളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കൂടി ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല. ചില്ലി സോസ് ആവശ്യത്തിനുള്ളതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് സ്പൈസി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ക്യാപ്സിക്കവും സവാളയും ചേർത്ത ഉടനെ നമ്മൾ ഫ്ലെയിം ഹൈ ആക്കണം. എന്നിട്ടിത് 2 മിനിറ്റോളം വഴറ്റി കൊടുക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് പോകാൻ പാടില്ല. ചെറിയ രീതിയിലൊരു കളർ ചേഞ്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോസ് മിക്സ്ചർ. ഇത് ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ സോസൊക്കെ നന്നായി ചൂടായി കുക്കാവണം. ഇല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ്, പ്രത്യേകിച്ച് സോയാ സോസിൻ്റെ ടേസ്റ്റ് എടുത്തറിയും. അതുകൊണ്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സോസ് മിക്സ്ചറിലെ വെള്ളമെല്ലാം വറ്റി. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ. 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം കോൺഫ്ലോർ സ്ലറി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഹൈ ആണെങ്കിൽ കോൺഫ്ലോർ പെട്ടെന്ന് അടി പിടിക്കും. ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട്, സോസിലും നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇതേ ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.